നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഇന്ന് സംഭവിച്ച വാർത്തകളിലേക്ക് വിശദമായി നമ്മൾ പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത്. കാസർഗോഡ് മണ്ഡലത്തിലെ മോക്ക് പോളിൽ BJPക്ക് അധിക വോട്ട് ലഭിച്ചെന്ന പരാതിയിൽ സുപ്രീം കോടതി ഇടപെട്ട കാഴ്ച നമ്മൾ ഇന്ന് കണ്ടു. ആരോപണത്തിൽ കഴമ്പില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി അറിയിച്ചത്. തൃശൂർ പൂരാവേശത്തിലാണിപ്പോൾ. പൂരക്കാഴ്ചകൾക്കിനി മണിക്കൂറുകൾ മാത്രം. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് ആദ്യം. വയനാട് സുഗന്ധഗിരി മരമുറി കേസിൽ DFO ഷജന കരീമിന്റെ സസ്പെൻഷൻ മരവിപ്പിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. ദീപക് ധർമ്മടമുണ്ട് കോഴിക്കോട് ഇപ്പോൾ വിവരങ്ങളുമായി. ദീപക്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി? എന്തുകൊണ്ടാണെന്ന് ഉത്തരവിൽ പറയുന്നില്ല. ഉത്തരവ് പ്രകാരം 3 പേർക്കെതിരായ നടപടി, അതായത് DFO A ഷജിന, അതുപോലെ തന്നെ ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ M സജീവൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടി, ഈ 3 പേർക്കെതിരെയുള്ള നടപടി ക്യാപ്റ്റൻ എബൈൻ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വരി ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നത്, ഈ ഉത്തരവിൻ്റെ നമ്പർ പറഞ്ഞുകൊണ്ട് ആ ഉത്തരവിനെ ഗവൺമെൻറ് ക്യാപ്റ്റൻ എബൈൻ ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് ഈ വനം വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ടിൽ ഇവരുടെ വിശദീകരണം വാങ്ങിക്കണം എന്നുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വിശദീകരണത്തിൻ്റെ കാത്തു നിൽക്കാതെയുള്ള ഒരു നടപടി ആയതുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഫ്രീസ് ചെയ്തിരിക്കുന്നത്, മരവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും ഈ സുഗന്ധഗിരി വനം കൊള്ളയിൽ 3 പേർക്കെതിരായ നടപടി ഇപ്പോൾ സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നു. അതായത് DFO A ഷജിന, ഒപ്പം തന്നെ ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ M സജീവൻ, അതുപോലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടി, ഈ 3 പേർക്കെതിരായ നടപടിയാണ് മരവിപ്പിച്ചത്. എന്നാൽ ഇന്നലെ മറ്റൊരു റേഞ്ച് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിരുന്നു, K നീതുവിനെ. ആ നടപടി മരവിപ്പിച്ചിട്ടില്ല. എനിക്ക് ഇതിൽ നിന്ന് ഉത്തരവിൽ നിന്നും മനസ്സിലാവുന്നത് ഈ 3 പേർക്കെതിരായ നടപടി സർക്കാർ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഉന്മേഷ്. ദീപക്, ഈ DFO അടക്കമുള്ളവർക്ക് എന്ത് വീഴ്ചയുണ്ടായി എന്നായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ? അപ്പോൾ ഈ നടപടി മരവിപ്പിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിപ്പോർട്ട് കൂടി കൂട്ടി വായിക്കുമ്പോൾ ദീപക്? റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ 18 ഉദ്യോഗസ്ഥരുടെ പേരുകൾ നിരത്തിക്കൊണ്ട് അവർക്കുണ്ടായ വീഴ്ചകൾ, DFOയ്ക്കെതിരെ സൂപ്പർവൈസറി ലാബ്സ് ആയിരുന്നു, അതുപോലെ തന്നെ റേഞ്ച് ഓഫീസർക്കും സൂപ്പർവൈസറി ലാബ്സ് ആയിരുന്നു. മാത്രവുമല്ല, റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം തടയാൻ വേണ്ടത് കൃത്യമായി ചെയ്തില്ല എന്നുള്ള പരാമർശവും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ റിപ്പോർട്ടിൽ ഇവരുടെ വിശദീകരണം വാങ്ങിച്ചു നടപടിയെടുക്കണം എന്നുള്ളതായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വിശദീകരണത്തിന് കാത്തു നിൽക്കാതെയുള്ള സർക്കാർ പെട്ടെന്ന് തന്നെ ഒരു നടപടിയിലേക്ക് കടന്ന നടപടിക്രമം തിരുത്താൻ വേണ്ടിയാണോ മറ്റെന്തെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടലാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഉത്തരവിൽ പറയുന്നത് ഈ 3 പേർക്കെതിരായ നടപടി ക്യാപ്റ്റൻ എബൈൻ, അതായത് നിലവിൽ മാറ്റിവെച്ചിരിക്കുന്നു, ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഈ വനം വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ടിൽ കുറ്റക്കാരായി കണ്ടെത്തിയവരുടെ പേരുകളിൽ ഈ പറയുന്ന എല്ലാവരുടെയും പേരുണ്ട്, 18 പേരുകളുണ്ട്. അതിൽ പലരും നേരത്തെ സസ്പെൻഷനിലായതാണ്. എന്നാൽ ആ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്നലെ റേഞ്ച് ഓഫീസർ K നീതുവിനെ സസ്പെൻഡ് ചെയ്തത്. ആ നീതുവിനെതിരായ നടപടി റദ്ദ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ അതേ സമയത്ത് ഇന്ന് കാലത്ത് പുറത്തു വന്ന ഉത്തരവ് പ്രകാരമുള്ള 3 പേർക്കെതിരെ, അതായത് DFO ഷജന, A ഷജന, ഒപ്പം തന്നെ ഈ ഫ്ലൈയിങ് സ്ക്വാഡിന്റെ ചുമതലക്കാരായ റേഞ്ച് ഓഫീസർ M സജീവൻ, അതുപോലെ തന്നെ ഈ ബീരാൻകുട്ടി, ഇവർക്കെതിരെയുള്ള നടപടികളാണ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. ഏതായാലും തൽക്കാലത്തേക്ക് മരവിപ്പിച്ചുകൊണ്ടുള്ള ആ ഉത്തരവ് അല്പം മുൻപ് പുറത്തു വന്നിട്ടുണ്ട്. ഉന്മേഷ്. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒന്നാം ഘട്ട വിധിയെഴുത്ത് നാളെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ. തമിഴ്നാട് ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളും നാളെ വിധിയെഴുതും. 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത്. ഇതിനിടെ 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ട വോട്ടെടുപ്പ്. ചെന്നൈയിൽ നിന്ന് അനീഷ് കെ ശിവദാസ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പുണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, പരസ്യപ്രചാരണം അവസാനിച്ചതോടുകൂടി നാളെ 7 മണിയോടുകൂടി തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളും വിധി എഴുതും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 1 മാസം നീണ്ട പരസ്യപ്രചാരണം അവസാനിച്ച് തമിഴ്നാട് നാളെ പോളിംഗ് ബൂത്തിലെത്തുന്നു. 17 സംസ്ഥാനങ്ങൾക്കും 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഒപ്പമാണ് തമിഴ്നാടും വിധി എഴുതുന്നത്. ഇത്തവണ ഒറ്റഘട്ടമായാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുക. ഒരുക്കങ്ങൾ പൂർത്തിയായതായി കഴിഞ്ഞു. DMK ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന
തമിഴ്നാട്ടിൽ ഇത്തവണ BJPയും ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. അണ്ണാ DMKയും നിലനിൽപ്പിന്റെ പോരാട്ടത്തിനായി മത്സരരംഗത്തുണ്ട്. 39 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ വിജയിച്ച 38 സീറ്റുകളിൽ DMK ഇത്തവണയും വിജയം ഉറപ്പിക്കുന്നുണ്ട്. എന്നാൽ BJP കനത്ത വെല്ലുവിളിയാണ് തമിഴ്നാട്ടിൽ ഉയർത്തുന്നത്. നാളെ രാവിലെ നാളെ 7 മണിയോടുകൂടി തമിഴ്നാട്ടിലെ 6,18,00,000 വരുന്ന വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തും. ജൂൺ 4-നാണ് വോട്ടെടുപ്പ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഇന്നത്തെ നിശബ്ദ പ്രചാരണം. ശരി. അനീഷ് കെ ശിവദാസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മോക് പോളിൽ BJPക്ക് അധിക വോട്ട് ലഭിച്ചെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പ്രിന്റ് എടുക്കാതിരുന്ന VVPAT സ്ലിപ്പാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത് എന്നാണ് വിശദീകരണം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ അവിശ്വസിക്കേണ്ടതില്ലെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ പറഞ്ഞു. നമ്മൾ അപ്പോൾ തന്നെ പരിശോധിച്ചു. നമ്മുടെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു, ഈ ബെൽ എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഈ കാൻഡിഡേറ്റ്സ് ഏജന്റുമാരെ നമ്മൾ അപ്പം തന്നെ ബോധ്യപ്പെടുത്തി ഇത് ഏതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അവർ ആ ഒരു VVPAT കൊണ്ടുപോയി 1000 വോട്ട് ഇട്ടു. ഏത് VVPATലാണോ അവർക്ക് സംശയം ഉണ്ടായിരുന്നോ ആ VVPAT എടുത്ത് കൊണ്ടുപോയി മാർക്ക് പോൾ ചെയ്ത് 1000 വോട്ടുകൾ ഇട്ടു. 1000 വോട്ടുകൾ ഇട്ടിട്ട് അവർ എല്ലാം കൗണ്ട് ചെയ്തു കൺവിൻസിങ് ആയിട്ട് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ബോധ്യപ്പെട്ട ശേഷമാണ് നമ്മൾ ഈ കമ്മീഷനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ അതിൽ ഒരു സംശയമേ വേണ്ട. ഈ പ്രോസസ്സ് നമ്മൾ ഇതെല്ലാം CCTV ക്യാമറയിൽ റെക്കോർഡിംഗ് ഉണ്ട്. ഓരോ സ്ഥാനാർത്ഥികൾക്ക് ഓരോ വോട്ടുകളാണ് പതിപ്പിച്ചത്. എന്നാൽ കാസർകോട്ടെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള BJPക്ക് താമര ചിഹ്നത്തിൽ 2 പ്രിൻറ്റും മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊക്കെ ഓരോ പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത്. അതായത് 10 സ്ഥാനാർത്ഥികൾക്ക് 10 പ്രിൻറ്റ് വരേണ്ടതിന് പകരം 11 പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഈ 11 പ്രിൻ്റ് എന്ന് പറയുന്നത് BJP സ്ഥാനാർത്ഥിക്ക് താമര ചിഹ്നത്തിൽ 2 പ്രിൻ്റ്. ഇത് കൺട്രോൾ യൂണിറ്റിൽ 10 സ്ഥാനാർത്ഥികൾക്ക് 10 വോട്ട് തന്നെയാണ് വരുന്നത്. എന്നാൽ VVPATൽ വോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ 11 പ്രിൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൂന്നാമത് ചെയ്തപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത് ചെയ്യുന്നപ്പോൾ കൃത്യമായി 10 സ്ഥാനാർത്ഥികൾക്ക് ഓരോന്ന് വെച്ചിട്ട് 10 പ്രിൻ്റേ വന്നിട്ടുള്ളൂ. അരുൺ പാറക്കലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഇപ്പോൾ കാസർഗോഡ് നിന്ന് അരുൺ, കഴിഞ്ഞ ദിവസം ആണ് ഇതുമായി ബന്ധപ്പെട്ട പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നത്. ഇപ്പോൾ ജില്ലാ കളക്ടർ അദ്ദേഹം വിശദീകരണം നൽകുന്ന ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നലെയാണ് മോക്ക് പോൾ നടന്നത്. ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നത്. പക്ഷേ ഇതിനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചു. അത് വലിയ തോതിലുള്ള ഒരു വിവാദമായി. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഇത്തരത്തിലുള്ള ഹർജികൾ പരിഗണിക്കുന്നതിനിടയിൽ ആകസ്മികമായി ഈ വിഷയവും ചർച്ചയായി. സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം ചോദിച്ചതോടെയാണ് ഈ വിഷയം ഇത്രത്തോളം ഗൗരവം മാറുന്നത്, അതായത് ചർച്ചയായത്. പക്ഷേ ഇതിൽ സംഭവിച്ചത് ഇത്ര മാത്രമാണ്. അതായത് ഈ VVPAT മെഷീനിൽ ഉള്ള പ്രിന്റ് ആ 10 സ്ഥാനാർത്ഥികളാണ്, അതായത് നോട്ട ഉൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് ഈ മെഷീനിൽ ഉള്ളത്. അതിൽ 10 സ്ഥാനാർത്ഥികൾക്ക് പോൾ ചെയ്യുന്ന സമയത്ത് ഈ BJP സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ പേരാണ് ആദ്യ പേരായുള്ളത്. ആ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രിന്റ് അധികം വരുന്നു എന്നുള്ളതായിരുന്നു പരാതി. അത് സാങ്കേതിക തകരാർ മാത്രമായിരുന്നു ആ മെഷീനിലെ. നമ്മളിപ്പോൾ ഈ പ്രിന്റ് മെഷീനിലൊക്കെ പേപ്പർ ഇല്ലാത്ത സമയത്ത് പ്രിന്റ് നൽകുന്ന സമയത്തുണ്ടാകുന്ന അധിക ലോഡ്, അതാണ് ഇവിടെയും സംഭവിച്ചതെന്നാണ് ജില്ലാ കളക്ടർ വിശദീകരിച്ചത്. അത് സാങ്കേതിക തകരാർ മാത്രമാണ്. ചില ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ മിഷൻ തയ്യാറാക്കിയപ്പോഴുള്ള ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വീഴ്ച മാത്രമായിരിക്കും. അത് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ പോളിംഗ് ഏജന്റുമാരെ, സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരെയൊക്കെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ അത് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഈ ജില്ലാ കളക്ടർക്ക് വരണാധികാരിക്ക് എഴുതി ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഒപ്പിട്ട് നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. തെരഞ്ഞെടുപ്പ് സുഗമമായി നടക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ചില സാങ്കേതിക തകരാർ മാത്രമാണ് ഉണ്ടായത്. അത് തെറ്റായ പ്രചരണം അതിന്റെ പുറകിൽ നടന്നുവെന്നും ജില്ലാ കളക്ടർ വിശദമാക്കിയിട്ടുണ്ട്. ഉന്മേഷ്, അരുൺ പാറക്കലാണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ VVPAT രസീതുകളും എണ്ണണം എന്ന ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. വോട്ടിംഗ് മെഷീനുകളിൽ ഒരു തരത്തിലുള്ള അട്ടിമറിയും സാധ്യമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു. എല്ലാത്തിനെയും സംശയത്തോടെ നോക്കേണ്ടതില്ലെന്ന് പരാതിക്കാരോട് പറഞ്ഞ കോടതി ഹർജി വിധി പറയാൻ മാറ്റി. രാധാകൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്ന്. ഹർജിക്കാരുടെ വാദങ്ങളൊന്നും കേന്ദ്ര സർക്കാർ ഇന്ന് അംഗീകരിച്ചില്ലല്ലോ. സുപ്രീം കോടതി എന്താണ് വ്യക്തമാക്കിയ നിലപാട്?
അടക്കം ഉയർന്നു വന്ന ഈ വിവിപാറ്റുകൾ പൂർണ്ണമായിട്ടും എണ്ണണം എന്ന ഒരു ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചത്. ADR-ന് വേണ്ടി, അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോമിന് വേണ്ടി ഹാജരായത് പ്രശാന്ത് ഭൂഷണായിരുന്നു. അദ്ദേഹം ഈ വിവിപാറ്റ് 100% എണ്ണണം എന്നുള്ളത് ഈ കാസർഗോഡ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി അക്കാര്യത്തിൽ എടുത്ത സമീപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വിശദീകരണം തേടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണമാകട്ടെ സാങ്കേതികമായിട്ടുള്ള ഈ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ വിവിപാറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടോ ഇല്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ട് രംഗത്തെത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ആക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ വിധത്തിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ ജനാധിപത്യ സംവിധാനത്തെ ആകെ പിന്നോട്ടടിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ വിധത്തിലുള്ള ഒരു ഹർജി പരിഗണിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത് വളരെ മോശമായിരിക്കും എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഏതാണ്ട് കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായങ്ങളെ പിന്തുണച്ചുകൊണ്ടായിരുന്നു പിന്നീട് കോടതിയുടെ നിലപാട്. എല്ലാ വിഷയങ്ങളും നിങ്ങളെ അറിയിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു ഈ പ്രശാന്ത് ഭൂഷണോട് കോടതി ചോദിച്ചത്. മാത്രമല്ല എല്ലാ കാര്യങ്ങളും സുതാര്യമാണ് എന്ന് ബോധിപ്പിക്കുന്ന വിധത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സംതൃപ്തി നേടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹർജിയിൽ വാദം പൂർത്തിയാക്കി അടുത്ത ദിവസത്തേക്ക് വിധി പറയാനായിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് 7 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ രണ്ടാനച്ഛൻ പോലീസ് പിടിയിൽ. കുട്ടിയുടെ മാതാവിനെയും കസ്റ്റഡിയിലെടുത്തു. കുട്ടിയുടെ അടിവയറ്റിൽ ചട്ടുകം വെച്ച് പൊള്ളിച്ചെന്നും പച്ചമുളക് തീറ്റിച്ചെന്നും ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് രണ്ടാനച്ഛന് എതിരെയുള്ളത്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ. അതായത് ഉന്മേഷ്, കഴിഞ്ഞ 6 മാസമായി രണ്ടാനച്ഛൻ അനു കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടിയെ അടിവയറ്റിൽ ചട്ടുകം വെച്ച് പൊള്ളിച്ചു, ഒപ്പം നായയുടെ ബെൽറ്റ് കൊണ്ടടിച്ചു, ഒപ്പം സ്വകാര്യ ഭാഗത്തുൾപ്പെടെ മുളക് തേച്ചു, ചിരിച്ചതിന് ചങ്ങല കൊണ്ടടിച്ചു, ഫാനിൽ തൂക്കിയിട്ട് വരെ കുട്ടിയെ പീഡിപ്പിച്ചു. അത്തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. ആറ്റുകാൽ സ്വദേശി അനു നിലവിൽ, ഈ രണ്ടാനച്ഛനായ ആറ്റുകാൽ സ്വദേശി അനു നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അമ്മ അഞ്ചിനെയും തിരുവനന്തപുരം ഫോർട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചൈൽഡ് ലൈനിന് ലഭിച്ച ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പീഡന വിവരം പോലീസ് അറിയുന്നത്. ആ നിമിഷം തന്നെ പോലീസ് കുട്ടിയെയും മാതാപിതാക്കളെയും കസ്റ്റഡിയിൽ എടുത്തു. കുട്ടിയെ വിശദമായി കുട്ടിയുടെ മൊഴി ഫോർട്ട് പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കുട്ടിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഉൾപ്പെടെ ഹാജരാക്കും. കുട്ടിയെ അല്പസമയം മുമ്പാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കിയത്. ഈ വൈദ്യപരിശോധന നടത്തുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ ശരീരത്തിലാകെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള മുറിവാണ് കണ്ടെത്തിയത്. ഇതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ വളരെ വലിയൊരു ക്രൂരതയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ കുട്ടി നേരിട്ടതെന്നത് വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ കുട്ടിയുടെ രണ്ടാനച്ഛനും മാതാവും ഫോർട്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ അല്പസമയത്തിനകം തന്നെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇവർക്കെതിരെ FIR-ഉം അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് രേഖപ്പെടുത്തും. വലിയ ക്രൂരതയാണ് ഈ കുട്ടി കഴിഞ്ഞ മാസങ്ങളായി നേരിട്ടത്. ആ ക്രൂരതയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ചൈൽഡ് ലൈനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർശന നടപടി ഉണ്ടാകുമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ കുട്ടി സുരക്ഷിതനാണ്. പക്ഷേ കുട്ടിയെ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ശിശുക്ഷേമ സമിതിക്ക് കൈമാറാനാണ് നിലവിൽ പോലീസിന്റെ ആലോചന. ഇതെല്ലാം തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. എന്തായാലും നിലവിൽ കുട്ടിയും അച്ഛനും മാതാവും ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണുള്ളത്. മാതാവും രണ്ടാനച്ഛനും പോലീസ് കസ്റ്റഡിയിലുമാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉന്മേഷ്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. LDF കൺവീനർ EP ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള വൈദേകം റിസോർട്ടിനെതിരെ അന്വേഷണം ആരംഭിച്ച് ED. കേസിൽ കൈവശമുള്ള വിവരങ്ങൾ ഹാജരാക്കാൻ പരാതിക്കാരനായ MR അജയന് ED നോട്ടീസ് അയച്ചു. വിദേശ നിക്ഷേപം സ്വീകരിച്ചതിൽ ഫെമ ചട്ടലംഘനം നടന്നോ എന്നാണ് പരിശോധിക്കുന്നത്. S. ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിവരങ്ങൾ. ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ആരോപണത്തിൽ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ നേരത്തെ പരാതി കൊടുത്തിരുന്ന MR അജയൻ, എറണാകുളം സ്വദേശിയോട് ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൈവശമുണ്ടെങ്കിൽ അത് ഹാജരാക്കാൻ അറിയിച്ച് നോട്ടീസ് നൽകി. 12-ാം തീയതിയാണ് ആ നോട്ടീസ് നൽകിയത്. ഫെമ ചട്ടലംഘനം അനുസരിച്ചാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദേശത്തു നിന്നും ഈ വൈദേഹം റിസോർട്ടിലേക്ക് പണം എത്തി എന്നുള്ളതായിരുന്നു ആക്ഷേപം. ഇതിൽ ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ SG കവിക്കറിനാണ് അന്വേഷണ ചുമതല. S. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്.
പൂരലഹരിയിൽ തൃശൂർ. തൃശൂർ പൂരത്തിനായുള്ള ആനകളുടെ ഫിറ്റ്നസ് പരിശോധന തുടരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരോഗ്യ പരിശോധന പൂർത്തിയായി. പൂരനഗറിൽ നിന്ന് അശ്വിൻ പാലാഴി വിവരങ്ങൾ വച്ചിരുന്നു. അശ്വിൻ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പരിശോധന പൂർത്തിയായി. പാറമേക്കാവിലും തിരുവമ്പാടിയിലുമായി പൂരത്തിൽ പങ്കെടുക്കുന്ന 95 ആനകളാണുള്ളത്. ഈ 95 ആനകളുടെയും പരിശോധന പൂർത്തിയാകുമ്പോൾ രാത്രി ഏറെ വൈകും. എന്തായാലും ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പരിപാടി ഈ പൂരത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള നിർണായക ചോദ്യത്തിനുള്ള ആശങ്കയ്ക്കുള്ള ഉത്തരം അധികം വൈകാതെ തന്നെ പുറത്തിറങ്ങും. ഈ മുഴുവൻ ആനകളുടെയും പരിശോധനാ ഫലം ഒരുമിച്ചാണ് പുറത്തുവിടുന്നത്. അതുകൊണ്ടാണ് ഈ പരിശോധനാ ഫലം അറിയാൻ വൈകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വിവാദങ്ങളൊപ്പം വനം വകുപ്പിന്റെ ഒക്കെ സർക്കുലർ പ്രകാരം ഈ അതിലെ നിബന്ധനകൾ വെച്ച് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് ഈ അനുമതി കിട്ടുമോ എന്നുള്ള വലിയൊരു ചോദ്യം പൂരപ്രേമികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരമാണ് വരാൻ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ 2014 മുതൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് ഈ പരിപാടിയിൽ ഏറ്റവും നിർണായകമായി നിൽക്കുന്നത്. എന്തായാലും അതിനുള്ള ഉത്തരം അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് പൂരനഗറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ജില്ലയിൽ 33 പഞ്ചായത്തുകൾ, ചങ്ങനാശ്ശേരി നഗരസഭ എന്നിവിടങ്ങളിൽ താറാവ്, കോഴി എന്നിവയുടെ മുട്ടയും ഇറച്ചിയും വിൽക്കുന്നതിന് വിലക്ക്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഈ മാസം 25 വരെയുള്ള വിൽപ്പന നിരോധനം. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് തന്നെ ജില്ലാ ഭരണകൂടം ആക്ഷൻ പ്ലാൻ തുടങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ വൈകിട്ട് മുട്ട ഇറച്ചി വ്യാപാരം ഈ പ്രദേശങ്ങളിൽ നിരോധിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി, പത്തനംതിട്ട ജില്ലയിലെ 5 പഞ്ചായത്തുകളടക്കം 34 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് നിരോധനമുള്ളത്. 28 പഞ്ചായത്തുകൾ, അതായത് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ ചെറുതല പഞ്ചായത്ത്, എടത്വ പഞ്ചായത്ത് അടക്കം ആലപ്പുഴ ജില്ലയിൽ മാത്രം 28 പഞ്ചായത്തുകളിലാണ് ഈ താറാവിന്റെയും കോഴിയുടെയും മുട്ട ഇറച്ചി വ്യാപാരത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ നാളെ കള്ളിംഗ് നടപടികൾ ദ്രുതകർമ്മസേന, അതായത് ആരോഗ്യ വിഭാഗവും ഒപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് നടത്തുന്ന ഈ പക്ഷികളെ, താറാവിനെയും കോഴിനെയും നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നാളെ രാവിലെ മുതൽ ആരംഭിക്കും. അതിന് വിറക് മനീഷ്, ഏതായാലും നടപടികളിലേക്ക് കടക്കുന്നു. അവിടെ നിന്ന് മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു. ഇനി ഇലക്ഷൻ സ്റ്റണ്ട്. എസ് വിജയകുമാറും പ്രജൻസി കണ്ണനും എത്തും. നമസ്കാരം.